ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിങ്ങനെ ഇത് പ്രത്യേകം ഇത് ഒത്തിരി നോക്കിയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചത്. ഈ ഒരു ക്യാമറയുടെ ഈ ഫോൺ ഇങ്ങനെ സ്ലിപ്പായി പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, ഒന്ന് കടിക്കാതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർ ആം റിമൂവിങ് ക്രീമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ഇത് നമ്മൾ കൂടുതലും എല്ലാവരും ഷേവിങ് ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഞാനാണെങ്കിൽ എപ്പോഴും ഡെയിലി എനിക്ക് ഇത് ഇടുമ്പോഴത്തേക്കും അമ്മയ്ക്ക് മടിയിൽ ഇരുത്താൻ പറ്റത്തില്ല കേട്ടോ. കുട്ടി, ഇത് ഒരു മരുന്നാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ എന്തായാലും നിങ്ങളുടെ വൈഫിനും അല്ലെങ്കിൽ സിസ്റ്റർ, നിങ്ങളുടെ ലവേഴ്സിനും അതുപോലെ തന്നെ മദേഴ്സിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനാണെങ്കിൽ ആക്ച്വലി പണ്ട് തൊട്ടേ ഡെയിലി ഷേവ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അണ്ടർ ആംസ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഫൈൻ, ഓക്കെ, അതൊന്നും എടുക്കാതെ കേട്ടോ. അപ്പം ഞാൻ ഡെയിലി ഷേവ് ചെയ്യുന്ന ഒരു ആളാണ്. ഓക്കെ, അപ്പം ഡെയിലി ഷേവ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി വാക്സിങ്ങും ഈ ഹെയർ റിമൂവിങ് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് നല്ലൊരു ഹെയർ റിമൂവിങ് ക്രീം എനിക്ക് അതിൻ്റെ ഒരു ബ്രാൻഡും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് എനിക്കൊരു പേടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഞാൻ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ്മേറ്റ് ഇങ്ങനെ ചെയ്തിട്ട് അവളെ കൂടുതലും കാലിലും കയ്യിലും ഒക്കെയാണ് ചെയ്തത്. ഓക്കെ, വർഷങ്ങൾക്ക് മുന്നേ അതെപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇത് ചെയ്തിട്ട് അവളുടെ സ്കിന്നിൽ ഭയങ്കര ഇങ്ങനെ കുത്തു പോലെ അലർജി ആയിട്ട് വന്നു. ഇത് മമ്മയ്ക്ക് വേണ്ടേ ടിഷ്യൂ? ഓക്കെ, ഒന്ന് കൈ പിടിച്ചിട്ടെന്ന് എനിക്ക് തരുമോ? അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ ബ്ലാക്ക് സ്പോട്ട്സ് ആണ് അവളുടെ കയ്യിലും കാലിലും വന്നിട്ടുള്ളത്. അപ്പം അതിങ്ങനെ ഒരു ക്രീം തേച്ചിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിരുന്നു വേറെ എല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഒരു റീസൺ. പിന്നെ എന്ന് പറഞ്ഞാൽ വാക്സിൻ ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് പാർലറിൽ പോയി ചെയ്യാനായിട്ട് എപ്പോഴും ഉള്ള ടൈം കിട്ടത്തില്ല. ത്രെഡിങ് പോലും നമ്മൾ നിർത്തി. അപ്പം നമ്മൾ ത്രെഡിങ് പോലും ചെയ്യാതായി. അങ്ങനെ വർഷങ്ങളോളം ഇപ്പം നമ്മൾ ത്രെഡിങ് പോലും ചെയ്യാതെ നമ്മൾ ഭയങ്കര അതിനോട് യോജിച്ച് ത്രെഡിങ് ഇല്ലാതെ ഇപ്പം ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ആ ഒരു സമയത്ത് കുറേ നാൾ ത്രെഡിങ് ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം വാക്സിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഒരു വട്ടം വാക്സ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ആ ചേച്ചി പറഞ്ഞു ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഹെയർ ഇച്ചിരിയേ ഉള്ളൂ. അതായത് ജസ്റ്റ് ഒരു 4-5 ഡേയ്സ് കഴിഞ്ഞ് ഞാൻ ഷേവ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പോയത്. അപ്പം അത്രയും ചെറിയ ഹെയർ അവർക്ക് വാക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആ ഒരു സ്റ്റിക്കറിനകത്ത് പറിച്ചെടുക്കാൻ പറ്റത്തില്ല. സോ വാക്സിങ്ങിനാണെങ്കിലും ഹെയർ റിമൂവിങ് ക്രീമിനാണെങ്കിലും നമുക്ക് അത്യാവശ്യം 3-4 വീക്സ് അത്യാവശ്യം കുറച്ച് ഹെയർ ഉണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാനാണെങ്കിലും പറ്റത്തുള്ളൂ. ക്രീം വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റേ വാക്സ് റിമൂവിങ് സ്ട്രിപ്പ് വെച്ചിട്ട് വാക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് വാക്സിൻ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഇവിടെ വാക്സിൻ സ്ട്രിപ്പ് നമുക്ക് കിട്ടാതെ ആയി, കുറേ അടുത്ത് പോയി. പിന്നെ 1-2 അടുത്ത് ഞാൻ തപ്പി വെച്ചിട്ടുണ്ട്, ഇനി അത് വാങ്ങിക്കണം. അപ്പം പിന്നെ ഈ ക്രീമും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എല്ലാം കൂടുതലും റേസേഴ്സാണ് വരുന്നത് നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ്സിൽ. പക്ഷേ ഒരു ക്രീം നമുക്ക് കിട്ടി. അപ്പോൾ ഈ ക്രീം ഞാൻ പണ്ട് തൊട്ടേ പണ്ട് സ്കൂളിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കേട്ട ഒരു ക്രീമാണിത്. ഇതാണ് നെയർ എന്ന് പറയുന്ന ക്രീം. ഓക്കെ, അപ്പം ഈ ക്രീം എന്ന് പറയുന്നത് ഞാൻ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട്. അതിൻ്റെ പിന്നെ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ ഷേവിങ്ങിൽ നിന്ന് മാറാൻ നോക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ ഹെയർ ഗ്രോ ചെയ്തിട്ട് പിന്നെ
വാക്സിങ് അല്ലെങ്കിൽ മറ്റേ വാക്സിങ് അല്ലെങ്കിൽ ക്രീം യൂസ് ചെയ്ത് റിമൂവ് ചെയ്യാനുള്ളൊരു പേഷ്യൻസ് എനിക്കില്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഈ ചൂടൊക്കെ ഉള്ള സമയത്ത് എനിക്കെപ്പോഴും എന്താണ് ഷേവ് ചെയ്താലും കുഴപ്പമില്ല, ക്ലീനായിട്ടിരിക്കണം. അതായത് എനിക്ക് പെട്ടെന്ന് വിയർക്കുന്നുള്ളൊരു ബോഡിയാണ്. തണുപ്പാണെങ്കിൽ ഒരു ചെറിയ തണുപ്പ് മതി, പെട്ടെന്ന് തണുക്കും. ചൂടാണെങ്കിൽ ചെറിയ ചൂട് മതി, പെട്ടെന്ന് വിയർക്കും. അപ്പോൾ എനിക്ക് നമ്മൾ വാക്സിങ് അല്ലെങ്കിൽ ഹെയർ റിമൂവൽ ചെയ്യുവാണെങ്കിൽ അത്രയും ഹെയർ ഗ്രോ ചെയ്യണം എന്നുള്ളതുകൊണ്ട് എനിക്കത് പേഴ്സണലി എന്താണ് പറ്റാത്തത് കൊണ്ടും, പിന്നെ എനിക്ക് സ്ലീവ്ലെസ് അല്ലെങ്കിൽ അങ്ങനത്തെ കൂടുതൽ അങ്ങനത്തെ ഡ്രസ്സസൊക്കെയാണ് ഇടാൻ ഇഷ്ടം. കാറ്റ് കയറുന്ന ലൂസായിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സസ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഇടണമെങ്കിൽ നമുക്ക് എന്താണ് ഇത് വാക്സിങ് അല്ലെങ്കിൽ ക്രീം യൂസ് ചെയ്യുന്നവർക്ക് പറ്റത്തില്ല. കാരണം എന്താണ് ഇത് ഗ്രോ ചെയ്യുന്ന ടൈം വരെ നമ്മൾ വേറെ സ്ലീവായിട്ടുള്ള കുറച്ചുകൂടെ സ്ലീവായിട്ടുള്ള ഡ്രസ്സസൊക്കെ ഇടണം, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ലൂസായിട്ടുള്ള ഇടണം. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ലൈക്ക് മാറാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പം കൂടുതലും ക്രീം പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ എനിക്ക് ഓൾറെഡി അറിയാം ലൈക്ക് ഷേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അണ്ടർആംസിൽ ലൈക്ക് കൂടുതൽ ഡാർക്കർ പിഗ്മെൻറ്റേഷൻ വരും, ഡാർക്കർ കളർ വരും ഒന്ന്. രണ്ടാമത്തെ ഏറ്റവും മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, നമുക്ക് വീണ്ടും നമ്മുടെ ചെറിയ എന്താണ് ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്ന ഹെയർ ലൈക്ക് കൂടുതൽ തിക്കായിട്ടാണ് വരുന്നത്. അതാണ് ഒരു റീസൺ, രണ്ടാമത്തെ റീസൺ. ഈ മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ വീണ്ടും ഷേവ് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്ഥലത്ത് ഫ്രിക്ഷൻ കാരണം കൊണ്ട് എന്താണ് അവിടെ ഒത്തിരി കുരു പോലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഫേസിൽ പിമ്പിൾസ് ഒക്കെ വരുന്ന പോലെ തന്നെ എന്താണ് പിമ്പിൾ പോലെ തന്നെ ഓരോരോ കുരുക്കൾ പോലെ വരാൻ ചാൻസ് ഉണ്ട്. ചെറിയ പിമ്പിളും കാര്യങ്ങളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ ആക്ച്വലി അത് മൈൻഡ് ചെയ്യാതെയാണ് ഞാൻ ഇത്രയും നാൾ ഷേവ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് എന്താണ് അതിനുള്ളൊരു ഗ്യാപ്പും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷെ പിന്നീട് ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ആഗ്രഹം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ക്രീം യൂസ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഇത്രയും ടൈം കഴിഞ്ഞിട്ട് ക്രീം യൂസ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ വാക്സ് അല്ലെങ്കിൽ ക്രീം യൂസ് ചെയ്യുവാണെങ്കിൽ, നമ്മുടെ പതുക്കെയായിരിക്കും അതിൻ്റെ ഗ്രോത്ത് പതുക്കെ ഗ്രോ ആവത്തുള്ളൂ. മറ്റേ ഷേവിങ് ആണെങ്കിൽ പെട്ടെന്ന് ഗ്രോ ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും തിക്കർ ഹെയർ വരും, വീണ്ടും നമുക്ക് എന്താണ് എപ്പോഴും ഷേവ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലോട്ടും. ഇതാണെങ്കിൽ പതുക്കെയാണ് ഗ്രോത്ത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രണ്ടാമത് നമ്മൾ വാക്സിങ് അല്ലെങ്കിൽ ക്രീം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രോ ചെയ്യുന്ന ഹെയർ ഭയങ്കര തിൻ ഹെയർ ആയിരിക്കും. അപ്പം വീണ്ടും കുറച്ചും കൂടെ കംഫർട്ടബിളാണ് നമ്മൾ. അപ്പം അടുത്ത് നമ്മൾ റിമൂവ് ചെയ്യുന്നതിന് വരെ, നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യുന്നതിന് വരെ കംഫർട്ടബിളാണ്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെറിയ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ അണ്ടർആംസ് ഇങ്ങനെ കുത്തിക്കൊള്ളും. ലൈക്ക് അത്രയ്ക്ക് കുറച്ച് പെയിൻഫുള്ളാണ്. എന്നാൽ പോലും കൂടുതൽ ആൾക്കാർ അതാണ് പ്രിഫർ ചെയ്യുന്നത്, ഇതിനെപ്പറ്റി അറിയാത്തവർ, ട്രൈ ചെയ്യാത്തവരൊക്കെ. പിന്നെ ഞാനിത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ആദ്യം ഞാനൊരു അലർജിയുടെ കാര്യം പറഞ്ഞു. സോ നമ്മളെപ്പോഴും നല്ല ബ്രാൻഡിൻ്റെ ഇത് ചൂസ് ചെയ്യാൻ നോക്കുക. ഏതൊരു വാക്സ് സ്ട്രിപ്പ് ആണെങ്കിലും, അല്ലെങ്കിൽ റേസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ്സ് ആയിക്കോട്ടെ, നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ക്രീം ആയിക്കോട്ടെ, എല്ലാം നല്ല ഒരു ബ്രാൻഡിൻ്റെ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ലൈക്ക് ഭയങ്കര ചീപ്പ് ലോ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യരുത്. കാരണം നമ്മുടെ സ്കിന്നിന് അകത്തോട്ട് പോകുന്ന പ്രോഡക്റ്റ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഏത് ലോഷൻ ആണെങ്കിലും ഏത് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണെങ്കിലും എല്ലാം നല്ല ബ്രാൻഡിന് നോക്കി വാങ്ങിക്കാം. ഇതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഏത് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചാലും, എസ്പെഷ്യലി ഇങ്ങനത്തെ ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രിപ്പോ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, നമ്മൾ ചെറിയൊരു പോർഷനിൽ, അത് അവർ അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, ചെറിയൊരു പോർഷന് നമ്മൾ എവിടെയെങ്കിലും കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് റബ്ബ് ചെയ്ത് നോക്കുക. എന്നിട്ടിത് 5 minutes ആണ് നമ്മൾ വെച്ചിട്ട് വൈപ്പ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ കഴുകിക്കളയേണ്ടത്. അപ്പം ആദ്യം നിങ്ങൾക്ക് കുറച്ച് പോർഷൻ കയ്യിൽ വല്ലതും ടെസ്റ്റ് ചെയ്യും. ആ സമയത്ത് എന്തെങ്കിലും ചൊറിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ യൂസ് ചെയ്യണ്ട. ഓക്കെ, അത്രയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിക്കുക. ഇത് നെയർ എന്നാണ് കേട്ടോ പറയുന്നത്. ഞാൻ നോക്കിയിട്ട് ലിങ്ക് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഈ നെയർ എന്ന് പറയുന്ന ഹെയർ റിമൂവർ ആണിത്.
The long-lasting for smooth results ആണ് gentle and effective, dermatologically tested, delicate cream for legs and body for all hair types, sensitive hair removal cream for silky smooth skin. ഇതൊരു അലോവേറയുടെ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്, കൂടുതൽ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, ഫോർ ലെഗ്സ് ആൻഡ് ഡെലിക്കേറ്റ് ഏരിയാസ്. അതുപോലെ തന്നെ ചിലവർക്ക് ഇത് അലർജിക്ക് ആവാം, സോ എപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യണം എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഇങ്ങനൊരു ഇത് തന്നിട്ടുണ്ട്, ഒരു സ്പൂൺ പോലെ ഇരിക്കുന്ന ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന സംഭവം. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാനും പറ്റും. ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഇത് എടുക്കാനും പറ്റും, റിമൂവ് ചെയ്യാനും പറ്റും. സോ അത് ഭയങ്കര ഈസിയാണ്. ഇത് ആക്ച്വലി ഞാൻ 2 വട്ടം യൂസ് ചെയ്തത്, 3rd ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി യൂസ് ചെയ്യേണ്ട ടൈം എനിക്ക് 1 വീക്ക് മുന്നേ തന്നെ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു ഈ വീഡിയോ. പക്ഷെ പറ്റാത്തതുകൊണ്ട് ഞാനിത് വെയിറ്റ് ചെയ്ത് ഈ വീഡിയോ എടുക്കാനുള്ളൊരു ടൈം കിട്ടുന്നത് വരെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നമ്മളൊരു തിക്ക് ലെയർ നമ്മുടെ അൺമാർക്സിലോട്ട് നമ്മൾ വെക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന ലോഷൻ പോലെയല്ല, തിക്കായിട്ട് നമ്മളിങ്ങനെ പുരട്ടിയതിന് ശേഷം അത് നമ്മൾ 5 to 6 minutes അത്രയും ടൈം മാത്രമേ നമ്മൾ വെക്കാവൂ. ഈ ഒരു പേസ്റ്റ് വെക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് ഏരിയ ഇങ്ങനെ നമുക്കൊന്ന് തോണ്ടി നോക്കാം. അപ്പോൾ അത് വരുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം റെഡി ആയെന്നാണ്. അപ്പോൾ അതിനുശേഷം വരുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് 1 മിനിറ്റ് കൂടെ വല്ല കുറച്ചും കൂടെ നേരം വെക്കാം. അതിനുശേഷം ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് അല്ലെങ്കിൽ വൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ കഴുകി കളയാം നമുക്ക്. പക്ഷേ അവർ പറയുന്നത് 10 മിനിറ്റ് കൂടുതൽ വെക്കരുതെന്നാണ്. ഒരു 8 to 9 minutes, എന്താണെങ്കിലും 10 minutes കൂടുതൽ വെക്കണ്ടെന്ന് അതിനകത്ത് എഴുതിയേക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു ലൂപ്പ് ഓൺ വാട്ടർ അല്ലെങ്കിൽ ഒരു വെറ്റ് ക്ലോത്ത് യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ തുടച്ചെടുക്കാം. പക്ഷേ ഇതിന് ശേഷം നമ്മൾ കൂടുതലായിട്ടുള്ള സോപ്പോ അല്ലെങ്കിൽ എക്സ്ട്രാ ലോഷൻസോ എക്സ്ട്രാ എന്താണ് ഡിയോഡറൻറ്റും കാര്യങ്ങളൊന്നും കുറച്ച് നേരത്തേക്ക് അപ്ലൈ ചെയ്യരുത്. ഓക്കെ, അപ്പം സോപ്പാണ് അവർ പറയുന്നത്. ഞാൻ പിന്നെ അല്ലാതെ പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് കാരണം നമ്മുടെ ഹെയർ ഇപ്പോൾ റിമൂവ് ചെയ്തതേ ഉള്ളൂ. അപ്പം പോഴ്സൊക്കെ ഓപ്പൺ ആയിരിക്കും. അപ്പം നമ്മളത് നോക്കുക. അതുപോലെ തന്നെ കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ മരുന്ന് വെക്കുന്നതിൻ്റെ കൂട്ട് തന്നെ സേഫായിട്ട് ദൂരെ എവിടെയെങ്കിലും വെക്കുക. അവരുടെ കുട്ടികളുടെ കീപ്പ് ഔട്ട് ഓഫ് റീച്ച് ഓഫ് ചിൽഡ്രൻ എഴുതിയിട്ടുണ്ട്. കാരണം ഇതൊരു മരുന്നാണ്. മരുന്ന് പോലെ തന്നെ ഒരു ലോഷൻ പോലെ അല്ല ഇത്. സോ അവരുടെ കയ്യിലും വായിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. ഓക്കെ, സോ അത് നിങ്ങൾ നോക്കുക. അപ്പം ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കണ്ടാൽ അറിയാം എത്ര കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് ഓൾമോസ്റ്റ് 2-3 വീക്സ് ആയിട്ടുണ്ട്. കുറച്ച് ഹെയർ ഗ്ലോ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി നല്ല ഡാർക്ക് ആയിരുന്നു എൻ്റെ അൺബാംസ്. ഇത് ഇപ്പം 2 times ഞാൻ യൂസ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലൈറ്റായി. ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് കുരു പോലൊക്കെയുള്ള സംഭവങ്ങളും കുരു പോലൊക്കെയുള്ള സംഭവങ്ങളും കുറേയൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട്. എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര കംഫർട്ടബിളുമാണ്. ഓക്കെ, അപ്പം നിങ്ങളിത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പറയാം. ഇത് മെയ്ഡ് ഇൻ UK ആണ്. ഓക്കെ, അപ്പം ഞാനിത് യൂസ് ചെയ്യാൻ പോവാണേ. ഓക്കെ, അങ്ങോട്ട് മാറിയെന്നേ മമ്മ, ഇത് യൂസ് ചെയ്യാൻ പോവാം. മാറി ഓക്കെ, ഇച്ചിരി മാറിയിരിക്കും. ഇത് മാറിയിരിക്കും, അടുത്തോട്ട് വരല്ലേ കേട്ടോ. അപ്പം ഇത് ഞാനിങ്ങനെ തുറന്നതിന് ശേഷം ഇച്ചിരി ക്രീം ഞാൻ ഇവിടെ ഇതിൻ്റെ ഈ അപ്പർ പോർഷനിലോട്ട് ഇങ്ങോട്ട് വെക്കും. ഓക്കെ, നമ്മൾ ടൈം കൂടെ നോക്കിക്കോണം. ഇപ്പം ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് തിക്കായിട്ട്. ഇനി നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, ഇച്ചിരി മാറി കേട്ടോ. തിക്കായിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പം നമ്മൾ
കുറച്ച് എടുത്തിട്ട് നമ്മളിങ്ങനെ റബ്ബ് ഓഫ് ചെയ്യരുത്. കുക്കി എവിടെ നിന്ന് മാറി, ഇവിടെ മാറി ഇങ്ങോട്ട് നീങ്ങി നിൽക്കി. നോട്ട് ഫോർ ബേബീസ് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാം. ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിത് കൈ പൊക്കിയാണ് പിടിക്കുന്നത്. കൈ പൊക്കി പിടിക്കുമ്പോഴത്തേക്ക് അത് വീണ്ടും എങ്ങും ആവാതെ നമുക്ക് നോക്കാൻ പറ്റും. 2 3 4 5 6 7. ഓക്കെ. അപ്പോൾ നമ്മൾ ടൈമും കൂടെ നോക്കി വെക്കും. ഇപ്പം ഞാനെൻ്റെ കുക്കി കുളിച്ചതല്ലേ അവിടെ വെച്ച് വാച്ചും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കൈ താത്ത് ഇങ്ങനെ ഇച്ചിരി ഗ്യാപ്പ് കൊടുത്ത് വെച്ചാലും മതി. ഇങ്ങനെ അവിടെ എല്ലാം ആവാതെ. ഇല്ലെങ്കിൽ നമ്മൾ കൈ താത്തിട്ട് കഴിഞ്ഞാൽ അവിടെ എല്ലാം പിന്നെ ആവും. പിന്നെ നമ്മുടെ കണ്ണിലും കാര്യങ്ങളൊന്നും വീഴാതിരിക്കാൻ നോക്കണം. ഇൻ കേസ് വീഴുവാണെങ്കിൽ നമ്മൾ വെള്ളം വെച്ച് കഴുകണമെന്ന് എഴുതിയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ അകത്തോട്ടും, അതായത് കഴിക്കുന്ന രീതിയിൽ വായിലും സംഭവങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യരുത്. അറിയാതെ പോലും പോകരുത്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ ഡോക്ടറിന് കാണിക്കണം. അത് നോർമൽ എല്ലാ മരുന്നിലും പറയുന്ന പോലെ തന്നെ. സോ അതൊക്കെ നോക്കുക. പിന്നെ ഇത് കുറച്ച് സ്ലിപ്പറി ആയിട്ട് വരും. അതായത് കുറച്ച് ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കഴുകുമ്പോഴത്തേക്ക് കുറച്ച് സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെ വരും. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാലിലൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ താഴെ ടൈൽസിലൊക്കെ പോയി തെന്നി വീഴാനും കാര്യങ്ങളൊന്നും നമ്മൾ സേഫായിട്ട് നടക്കാൻ ഉള്ള രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 minutes ആയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാനിത് ഒന്ന് നോക്കുവാണ്. താഴോട്ടാക്കിയപ്പോൾ തന്നെ ഇത് വരുന്നുണ്ട്. സോ ഞാനത് ഫുള്ളായിട്ട് എടുക്കുക. ഇതിങ്ങനെ നമുക്ക് ഇതിൽ കൂടെ തന്നെ നമുക്ക് സ്ക്രേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല നേരത്തെ നല്ല ഡാർക്കായിട്ടുള്ള ഇരുന്നത് പിറ്റ്സ് ഇപ്പം ഭയങ്കര ലൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ക്ലിയർ സ്കിൻ ആയിട്ടുണ്ട് നേരത്തെ കാര്യം. കുക്കി തൊടല്ലേ കേട്ടോ, മരുന്ന് അങ്ങോട്ട് മാറിക്ക്. പിന്നെ ഞാൻ ഇതൊന്നുകൂടെ പോയി വാഷ് ചെയ്യും. ഓക്കെ. അപ്പം നല്ല ക്ലിയർ ആയിട്ട് സ്കിൻ വരും. ഞാൻ ലിങ്ക് നോക്കിയിട്ടിട്ടേക്കാം. ഓക്കെ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഫുൾ കഴുകി, എന്നിട്ട് കുഞ്ഞു ലൈക്ക് പോവാത്ത എന്തെങ്കിലും കുഞ്ഞു ഹെയർസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷേവ് ചെയ്യാം കേട്ടോ, ഇൻ കേസ് പോയില്ലെങ്കിൽ. അപ്പം ഞാനത് ജസ്റ്റ് വാഷ് ചെയ്ത് ഇവിടെ നിങ്ങൾ കാണുന്നത് അതൊക്കെ ഒരു മമ്മ എന്തിനാണെന്നറിയാൻ മാറാൻ പറഞ്ഞേ. കുക്കിക്ക് ബുബ് വരും. കുക്കി ഇവിടെ വന്ന് മരുന്നെടുക്കുന്നത് നല്ലതല്ല, ബുബു വരും കുക്കിക്ക്. അതുകൊണ്ടാണ് മമ്മ മാറണേന്ന് പറഞ്ഞ്. ഗുഡ് ഗേൾ അല്ലേ? ഓക്കെ മമ്മ എന്ന് പറ. മമ്മ തരട്ടെ. അപ്പം ഈ ഒരു കുരു പോലെ നിങ്ങൾ കാണുന്നത് ഞാൻ എപ്പോഴും ഷേവ് ചെയ്ത് ഭയങ്കര എന്താ പറയുന്നത്, എൻ്റെ സ്കിൻ ഭയങ്കര റഫും എന്താ പറയുന്ന പിമ്പിൾ പോലൊക്കെ കുരു വന്നതാണ് കേട്ടോ. അപ്പം ഇതല്ലാതെ വേറെയും കുരുക്കൾ പോലെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ വാക്സിൻ അല്ല, ഇപ്പം ഞാൻ ഈ ക്രീം യൂസ് ചെയ്തിട്ടാണ് ഇപ്പം ഇത് മാറിയത്. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ടോണും ഡാർക്കർ പിഗ്മെൻറ്റേഷൻ മാറി ലൈറ്റായതും ഞാനിപ്പം ഇതിപ്പം 3rd ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത്രയും ഞാൻ 2-3 വീക്സ് കഴിഞ്ഞിട്ടേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത്രയും ഒരു കംഫർട്ടും പീസുമാണ് ആ ഒരു സ്കിന്നിന്, അണ്ടർആർമിൻ്റെ സ്കിന്നിന്. അപ്പം നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക. അപ്പം എന്നിട്ട് നിങ്ങൾ കമൻസിൽ അറിയിക്കുക. ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്ന് ഗൈസ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കാം. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല
എനിക്ക് ഡാർക്ക് സ്കിന്നാണെങ്കിൽ നല്ലതായിട്ട് ലൈറ്റായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ഈ സൈഡാണെങ്കിലും ഇവിടുത്തെ ഉള്ള റാഷസൊക്കെ എനിക്ക് പോയി. മറ്റേ സൈഡിൽ എനിക്കിപ്പോഴും ചെറിയ കുരു പോലെ ഉണ്ട്. കാരണം ഞാൻ ഡെയിലി എനിക്ക് അങ്ങനെ ചെയ്യുന്നതായിരുന്നു ഇഷ്ടം. പക്ഷേ എനിക്കറിയാം ഈ കുരു കൊണ്ട് അതെനിക്കിഷ്ടമല്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ കുരു കാരണം. ഓക്കെ, അങ്ങനെയല്ലേ? അത് കുടിക്കാനുള്ള വെള്ളമാണ്. അപ്പം എനിക്കിത് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ബൈ പറഞ്ഞു. ബൈ.